വയനാട് ചൂരൽമലയിൽ നൗഫൽ എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു, സംശയമില്ല. ആ മനുഷ്യൻ കഴിഞ്ഞ 8-10 വർഷമായി ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നയാളാണ്. ഏതാണ് ആ രാഷ്ട്രീയം? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. തരക്കേടില്ല, കുഴപ്പമൊന്നുമില്ല. ലൈഫ് മിഷന്റെ ഭാഗമായി ചൂരൽമലയിൽ പണിതുകൊണ്ടിരുന്ന ഒരു വീടാണ് ഉരുൾപൊട്ടലിൽ നൗഫലിന് നഷ്ടമായത്. LDF മനുഷ്യരെ നോക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ, വർഗമോ വർണ്ണമോ രാഷ്ട്രീയത്തിൻ്റെ കൊടിയോ നോക്കാത്ത പാർട്ടി ആയതുകൊണ്ട് തന്നെ 178 ടൗൺഷിപ്പിലെ വീടുകളിൽ ആദ്യത്തെ വീട് തന്നെ കൊടുത്ത ആളുടെ പേര് ഈ കോൺഗ്രസ്സുകാരനായ നൗഫലിന് തന്നെയായി എന്നുള്ളതാണ്. നൗഫൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, കെ രാജൻ വന്നിട്ട് കിളി പോയ പോലെയാണ് എൻ്റെ വീട്ടിൽ കയറി പരിശോധിച്ചത്, ഓരോരോ കാര്യങ്ങൾ ചെയ്തത് എന്ന്. നൗഫലെ, മനുഷ്യത്വം പറയുന്ന മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഇന്ന് കെ രാജൻ പറഞ്ഞ മറുപടിയെ താങ്കൾക്ക് ബദലായി പറഞ്ഞു വെക്കാനുള്ളൂ. അവിടേക്ക് കയറി വന്നു OJ ജനീഷ് കുമാർ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജനനായകൻ. അദ്ദേഹത്തിൻ്റെ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഈ നാട് അളക്കുന്നതാണ്, ഈ നാടിൻ്റെ പൊതുബോധം ചർച്ചയ്ക്ക് വെക്കുന്നതാണ്. വീണ ജോർജിനെ വീട്ടിൽ കയറി, റെയിൽവേ സ്റ്റേഷനിൽ കയറി ഒക്കെ അതിക്രമിക്കും, ശക്തമായ പോരാട്ടങ്ങൾ അഴിച്ചുവിടുമെന്ന് പറയുന്ന ആർജവ യുവത്വമേ, നിങ്ങൾക്ക് നല്ല നമസ്കാരം, ഒരു സംശയവുമില്ല. പക്ഷേ കാട്ടാക്കട മമ്മാൽ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഒളിഞ്ഞു കിടന്നത് ഒരു UDF നേതാവിൻ്റെ, കോൺഗ്രസ് നേതാവിൻ്റെ പേരാണെന്നുള്ളത് കൊണ്ട് അടിച്ചമർത്തപ്പെട്ട, പൂഴ്ത്തിവെക്കപ്പെട്ട നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ രണ്ടും കെട്ട, നാണം കെട്ട രാഷ്ട്രീയമെന്നേ ഏതൊരാൾക്കും പറയാൻ സാധിക്കുകയുള്ളൂ. വെള്ളയും ഇട്ട് OJ ജനീഷ് ഇന്ന് ടൗൺഷിപ്പിലേക്ക് നടന്നു വന്നു. ടൗൺഷിപ്പിൽ വന്നിട്ട് അദ്ദേഹം പറയാ, ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരു സർക്കാർ, ഈ സർക്കാർ എന്താണ് ചൂരൽമലയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ഒരു കണ്ണാടി ആ മാധ്യമപ്രവർത്തകർ എടുത്തിട്ട് OJ ജനീഷിൻ്റെ നേരെ തിരിച്ചു പിടിച്ചെങ്കിൽ OJ ജനീഷിന് ഒരു ഉളുപ്പെങ്കിലും തോന്നുമായിരുന്നു. കല്ലിട്ടെടുത്ത് കല്ലില്ലാത്ത, ഒരു ചെറിയൊരു അപേക്ഷ പോലും ലോക്കൽ ബോഡികളിലേക്ക് പോവാത്ത, മുഴുവനും നരകിച്ച് കിടക്കുന്ന പ്രവർത്തനങ്ങളുമായി, സ്വപ്ന പദ്ധതി മാത്രമായി UDFൻ്റെ, കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ചൂരൽമലയുടെ പുനരധിവാസം ഇങ്ങനെ താറുമാറായി കിടക്കുമ്പോഴാണ് വന്നിട്ടിങ്ങനെ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ്. ഉളുപ്പ് വേണ്ട, നാണം വേണ്ട, മാനം വേണ്ട, ഒരു മനുഷ്യത്വമെങ്കിലും നിങ്ങൾക്കുണ്ടാവണ്ടേ. നൗഫൽ എന്ന് പറയുന്ന നിങ്ങളുടെ കോൺഗ്രസ്സുകാരനെ, ആ മനസ്സിനെ കൂട്ടുപിടിച്ച് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പ്രഹസനം വിളിച്ചു പറയുമ്പോൾ സ്വയം അപമാനിക്കപ്പെട്ടത് നിങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അല്പത്തരം.